ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തെ വീട്ടമ്മ മരിച്ചതിനെ തുടർന്ന് പ്രദേശവാസികളുടെ വ്യാപക പ്രതിഷേധം. സ്ഥലത്ത് ഉന്നത അധികാരികൾ എത്തും വരെ മൃതദേഹം വിട്ടു നൽകില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം. ബിനീഷ് ആന്റണിയുണ്ട് വിവരങ്ങളുമായി. ബിനീഷ്, എന്തായാലും വലിയ രീതിയിലൊരു പ്രതിഷേധമാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? പ്രതിഷേധമാണ് ചിന്നക്കനാലിൽ ഉയരുന്നത്. കാരണം എല്ലാ വർഷവും ഇതേപോലെ തന്നെ കാട്ടാനക്കരയിൽ ജീവൻ പൊലിയുന്നത് ഇവിടെ നിത്യസംഭവമായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. ഫെൻസിംഗ് അടക്കം സ്ഥാപിക്കും എന്നുള്ള വാഗ്ദാനങ്ങൾ മാത്രമാണ് എല്ലാ മീറ്റിംഗുകളിലും വനംവകുപ്പ് നൽകുന്നത്. എന്നാൽ അതിന്റെ ഒരു തുടർ പ്രവർത്തനങ്ങൾ എങ്ങും എത്തുന്നില്ലെന്ന് തന്നെയാണ് ഈ കൂടുതലായി പ്രദേശവാസികൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മൃതദേഹം രാവിലെ വിട്ടു നൽകില്ലെന്ന് ആരോപിച്ച് പ്രദേശവാസികൾ രംഗത്തെത്തിയിരുന്നു. ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കൊണ്ടുപോകാൻ സാധിക്കില്ല. DFO അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയാൽ മാത്രമാണ് മൃതദേഹം വിട്ടു നൽകുന്നു എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു പ്രദേശവാസികൾ ഉണ്ടായിരുന്നത്. പിന്നീട് റേഞ്ച് ഓഫീസർ അതോടൊപ്പം തന്നെ ശാന്തമ്പാറ ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനാക്രമണത്തെ തുടർന്ന് വീട്ടമ്മ മരിച്ചതിൽ വ്യാപക പ്രതിഷേധമാണ് ഉണ്ടാവുന്നത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ഈ ആനയെ കൃത്യമായിട്ട് നിരീക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിനുള്ള സംവിധാനം ഉണ്ടാക്കാതെ 47ാമത്തെ ആളായി മരിച്ചെടുക്കുന്നത്. 47ാമത്തെ ആള് നിങ്ങൾ എന്നെ ഈ പറയുന്നത് മനുഷ്യജീവനം ഈ നാട്ടിലൊരു വിലയില്ലേ? അപ്പൊ അതിന്റെ പോലും വിലയില്ല. ആന നോക്കാൻ പറഞ്ഞു, മെസ്സേജ് ഒക്കെ ഇട്ടു. അങ്ങനെ വഴി കൂടി സ്കൂളിൽ അവന്റെ മോന് 47 പേര് മരിച്ചിട്ട് നിങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ എന്ത് തീരുമാനം സാറുണ്ടാക്കാൻ പോണ? തീരുമാനിക്കാൻ പോണ കാര്യം പറ. ഒരു സംഭവം നടന്നു. നിങ്ങൾ നടത്തിച്ചു, വനം വകുപ്പ് നടത്തിച്ചു. അല്ലാതെ ആനയും നോക്കണം, ഞങ്ങളെല്ലാം നോക്കണം. ഇങ്ങോട്ട് വരാൻ പറ, ഇങ്ങോട്ട് വരാൻ വരണം. വന്നിട്ട് ബോഡി കൊണ്ടായാൽ മതി. ഇവർക്ക് ഇപ്പൊ തന്നെ ഞാൻ ഒന്ന് പറഞ്ഞു സാറേ, ഇത് നമുക്ക് സ്കൂളിൽ ഇവര് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. പാരന്റ്സിന്റെ കൂടെ പിള്ളേരെ വിടാൻ പാടുള്ളൂ. പാരന്റ്സിന്റെ കൂടെയാണ് പിള്ളേരെ വിട്ടേക്കണേ. ആ പാരന്റ്സിനാണ് മരിച്ചേക്കണത്. അപ്പൊ ഇത് ഇവര് സംരക്ഷണം, ഇത് ഞങ്ങൾക്ക് സംരക്ഷണം തരേണ്ടത് ഫോറസ്റ്റുകാരാണ്. അപ്പൊ ഈ ആന വന്ന് ഒരു കൂട്ടമായിട്ട് വന്ന് നാല് ദിക്കിലേക്ക് വന്ന് നാല് ദിക്കിലേക്ക് ആന പോയി. ആനനെ ആൾക്കാർ പടക്കമിട്ട് ഓടിച്ചു. ഇത് വന്ന വഴിക്ക് കുഞ്ഞുങ്ങളായിട്ട് വരുമായിരുന്നു, പാരന്റ്സിനെ ചവിട്ടി കൊന്നു. അപ്പൊ ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇവര് സംരക്ഷണം കൂടുതലായിട്ട് തരണം. ഫോറസ്റ്റുകാർ ശരിക്കും ഞങ്ങൾക്ക് സംരക്ഷണം തരണം. ഇതിപ്പോ ആനയ്ക്ക് മാത്രമേ ഇവിടെ സംരക്ഷണമുള്ളൂ, മനുഷ്യന് സംരക്ഷണമില്ല. ആ മനുഷ്യന് സംരക്ഷണം തന്നേ പറ്റുള്ളൂ. ബിനീഷ് ആന്റണി തുടരുന്നുണ്ട്. ബിനീഷ്, എന്തായാലും വലിയ രീതിയിലൊരു പ്രതിഷേധം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? മൃതദേഹം വിട്ടു നൽകാൻ പ്രതിഷേധക്കാർ തയ്യാറായിട്ടുണ്ടോ?
തീർച്ചയായും കാർത്തു, വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനം തന്നെയാണ് വനവകുപ്പിന് നേരെ പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. കാരണം ഓരോ ജീവൻ പൊലിയുമ്പോഴും വലിയ വാഗ്ദാനങ്ങളായി വനവകുപ്പ് സ്ഥലത്തെത്തുന്നുണ്ട്. പക്ഷേ ഈ വാഗ്ദാനങ്ങളൊന്നും വനവകുപ്പ് നടപ്പിലാക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പ്രദേശവാസികൾ ഒന്നടങ്കം ഉന്നയിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ തന്നെ വാട്സപ്പ് വഴി എല്ലാവർക്കും സന്ദേശം ലഭിച്ചിരുന്നു. കുട്ടികളെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല, മാതാപിതാക്കളോടൊപ്പം തന്നെയാണ് സ്കൂളിലേക്ക് വിടേണ്ടത്, ആന നിൽപ്പുണ്ട് എന്നുള്ളൊരു സന്ദേശം എല്ലാം അയച്ചിരുന്നു. പക്ഷേ ഈ കുട്ടി മാതാവാണ് കൊണ്ടുപോയത്. ഈ ഇത്തരത്തിലാണ് ഈ മാതാവ് ഈ ആനയുടെ മുമ്പിൽ അകപ്പെടുകയും മാതാവ് ദാരുണമായി മരണപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സന്ദേശം പകർത്തിയ സന്ദേശം അയച്ച ഈ RRT സംഘം എന്തുകൊണ്ട് തങ്ങൾക്ക് സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ളൊരു ഗുരുതര ആരോപണം തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. കാരണം സന്ദേശം മാത്രം അയച്ച് RRT സംഘം വീട്ടിലിരിക്കുകയാണെന്നും പുറത്തേക്ക് ഇറങ്ങുന്നില്ലെന്നും തന്നെയാണ് ഈ ജനങ്ങൾ കൂടുതലായി ആരോപിക്കുന്നത്. ഏതായാലും വനവകുപ്പ് ശാശ്വത പരിഹാരം ഉണ്ടാകും വരെ വലിയ പ്രതിഷേധത്തിന് ഒന്നടങ്കം ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഇപ്പോൾ ചർച്ച നടത്തിയ ശേഷം തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുണ്ട്. മൃതദേഹം ഏറ്റുവാങ്ങണമെങ്കിൽ DFO അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ചർച്ചകൾ നടത്തി കൃത്യമായി ഇനി ഒരു ജീവൻ കൂടി പൊലിയാണ്ടിരിക്കാൻ പിന്നെ കൃത്യമായ ഒരു ഇടപെടൽ വനവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകണം. അല്ലെങ്കിൽ ഈ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് പ്രദേശവാസികൾ ഉള്ളത്. അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരം, അർഹമായ നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് ലഭിക്കണം എന്നുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അടിയന്തര യോഗം ചേരുന്നുണ്ട് പഞ്ചായത്തില്. വിവിധ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരടക്കം ചർച്ച നടത്തുന്നുണ്ട്. ഏതായാലും DFO അടക്കം സ്ഥലത്തെത്തിയ ശേഷം കൃത്യമായി തങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കും വരെ ഈ സമരം അല്ലെങ്കിൽ ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ പ്രദേശവാസികൾ ഒന്നടങ്കം ആലോചിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി ഒരു ജീവൻ കൂടി ഇവിടെ പൊലിയാതിരിക്കാനുള്ള നടപടികൾ വനവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് തന്നെയാണ് ആളുകൾ ആവർത്തിച്ച് പറയുന്നത്. കാർത്തു. ശരി ബിനീഷ്, ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രതികരണത്തിലേക്ക് കൂടി കടക്കുകയാണ്. പരിഹാരം ഇവിടെ കിട്ടിയിട്ട് ഈ ബോഡി ഇവിടെ എടുപ്പിക്കുള്ളൂ. അല്ലാതെ ഒരു തീരുമാനം എഴുതി തന്നിട്ട് വാക്കാല പറഞ്ഞിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതി ഇവരെ കൊണ്ട് നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലോന്ന് രണ്ടിലൊന്നും അറിഞ്ഞാൽ മതി. എനിക്ക് വേറൊന്നും പറയാനായിട്ടുള്ളൂ. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉറച്ച തീരുമാനം. RRTക്ക് യാതൊരുവിധ മാനദണ്ഡങ്ങളും കൊടുത്തില്ല. റബ്ബർ ബുള്ളറ്റ് DFOയുടെ ഗണ്ണ് DFOയുടെ ഇവന്മാർ ഈ അക്രമശക്തമായ 3 ആനനെ ഏത് രീതിയിൽ ഇവന്മാർ ഓടിക്കും? അവരും മനുഷ്യജീവനാണ്, അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇവർക്കുണ്ട്. എങ്കിൽ അവർ ആനനെ ഓടിക്കാൻ ധൈര്യമായിട്ട് നിൽക്കുള്ളൂ. ഒരു ആനയുടെ അടുത്ത് അവർ കൈ വീശി ചെന്നിട്ട് ഓടിക്കാൻ പറ്റുമോ? കുറെ പടക്കം വാങ്ങിച്ചു കൊടുത്ത് ആനനെ ഓടിക്കാൻ പറ്റുമോ? ഇതൊന്നും നടപടിയുള്ള കേസല്ല. ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. എന്തായാലും കാട്ടാനക്കളിയിൽ മറ്റൊരു ജീവൻ കൂടി പൊലിയുമ്പോൾ വ്യാപക പ്രതിഷേധമാണ് ഇടുക്കി ചിന്നക്കനാലിൽ ഉണ്ടാകുന്നത്. ഉന്നത അധികാരികൾ എത്തും വരെ മൃതദേഹം വിട്ടു നൽകില്ല എന്നൊരു നിലപാടിലായിരുന്നു പ്രദേശവാസികൾ ഒന്നടങ്കം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിൽ കൃത്യമായ നടപടി തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.